ഇപ്പൊ ഈ ഹേമ കമ്മിറ്റിയുടെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അവരോട് ചേട്ടൻ എന്താ പറയാനുള്ളത്? ഡ്രസ്സിന്റെ കാര്യം കൊണ്ടാണോ ആൾക്കാർ വന്ന് രാത്രി കഥയെ മുട്ടുന്നത്? ഒരിക്കലുമല്ല. ഹേമ കമ്മിറ്റി മറ്റൊരു വലിയ വിഷയമാണ്. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് സൂചിപ്പിച്ചു പോവാം. ഹേമ കമ്മിറ്റിയുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ 45-35 വർഷം മുമ്പ് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്ന എന്തെങ്കിലും മെറിറ്റ് ഉണ്ടോ? ഫാത്തിമയുടെ അഭിപ്രായം തന്നെ ചോദിക്കാം. നിവിൻ പോളിക്കെതിരെ വന്ന കള്ളപ്പരാതിയെ കുറിച്ച് എന്താ അഭിപ്രായം? നിവിൻ പോളി എന്ന് പറയുന്ന വ്യക്തി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ചാനലല്ലായിരുന്നു പറഞ്ഞ് ഒരു വ്യക്തിയാണ്. ഞാനും ആ വ്യക്തിയും കൂടെ ഒക്കെ ഇരുന്നിട്ടുണ്ട്. അവസാനം നിവിൻ പോളി തെളിവ് കാണിച്ചു. നിവിന്റെ ഭാഗ്യമാണ് കേട്ടോ. നിവിൻ പോളി തെളിവ് കാണിച്ചു. ആ സമയത്ത് ദുബായിലല്ല, നമ്മുടെ എറണാകുളത്ത് മറ്റേ സിനിമയുടെ പേരെന്തായിരുന്നു, മറ്റേ ധ്യാന്റെ സിനിമയുടെ ആ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഷൂട്ടിങ്ങിലാണ്. പാർവതി കൃഷ്ണയൊക്കെ നിവിനെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞെന്താ അറിയോ? ഞാൻ ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയെന്ന്. അതായത് അവളെ 3 ദിവസം നിരന്തരമായി പീഡിപ്പിച്ച ഡേറ്റ് അവൾക്ക് ഉറക്കപ്പിച്ചിലിരുന്ന് മാറിപ്പോയി. എപ്പോഴാണ് ഉറക്കപ്പിച്ചെന്ന് അറിയാവോ? വൈകിട്ട് 9 മണിക്ക്, അല്ല രാത്രി 9 മണിക്ക് മെയിൻ സ്ട്രീം ചാനലിലെ ചർച്ചയിൽ. അപ്പൊ ഇതേപോലത്തുള്ളവരെ അല്ലേ നമ്മൾ ഒരുമിച്ച് എതിർക്കേണ്ടത്? അപ്പോ